ഷഷ്ടിപൂർത്തി കഴിഞ്ഞാൽ പിന്നെ വയസ്സായി എന്നൊരു തെറ്റിദ്ധാരണ മുൻവിധിയായിട്ട് എനിക്ക് കൊണ്ട് നടക്കരുത്. നമ്മുടെ വയസ്സിൻ്റെ സങ്കല്പങ്ങൾ തിരുത്തപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് പിരിയാൻ നോക്കുന്ന മാഷും ടീച്ചറേയും കണ്ടിട്ടാണ് നരച്ച് പുളിച്ച് വയസ്സെത്തിയിട്ടുണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഞാനന്ന് പല പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സാരി ഉടുത്ത് വേദിയിലിരിക്കുന്ന അന്നത്തെ ഇവിടെ വന്ന് ഫസ്റ്റിൽ മുമ്പിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. അന്നത്തേക്കാൾ പ്രായം കുറഞ്ഞിട്ടുള്ളത് ഗീത ടീച്ചർ. ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 45 വയസ്സായിരുന്നു ശരാശരി ആയുസ്. അറിയോ? 45 വയസ്സ്. അന്ന് വലിയ പണ്ടത്തെ ആൾ വലിയ തന്ത വൈബ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അന്നേ ആരോഗ്യമൊന്നും കുന്താന്ന്. 45 വയസ്സാ. അത് ചില അപൂർവം ചിലത് ജനിതകമായ പ്രത്യേകത കൊണ്ട് 100, 110 വരെയെല്ലാം നിൽക്കുന്ന കുട്ടികൾ എത്ര മരിച്ചു വന്ന്. ഇന്ന് കേരളത്തിൽ 1000 കുട്ടി ജനിച്ചാൽ 4 കുട്ടി മാത്രമേ മരിച്ചു പോകുന്നുള്ളൂ. ഉത്തരേന്ത്യയിൽ അത് 60 കുട്ടികളാണ് മരിക്കുന്നത്. ഇവിടെ 4 കുട്ടികളെ മരിക്കുന്നുള്ളൂ. ഒരു തലയ്ക്ക് ജീവനുണ്ട്, ബാക്കിയാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആയുർദൈർഘ്യം 78 മേലെ പോയി. ഇന്ന് നല്ല ആരോഗ്യ, നല്ല സൗന്ദര്യമാണ്. നമ്മളെ ബാല്യത്തിലെ കുട്ടികളുടെ കോലോ ഇന്നത്തെ കുട്ടികളെ കോലോ നോക്കൂ, ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. മൂക്കുന്നൊലിച്ച് ഗ്രഹണി പിടിച്ചിട്ട് ചുമരിന് കിണ്ണം ചാരിയ പോലത്തെ കുടലും കൊണ്ട് നടക്കുന്ന ആ കുട്ടികളില്ലേ, ചൊറിയും ചേരങ്ങും പിടിച്ച ഒരു കുട്ടി അതുപോലത്തെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുക. നമ്മുടെ കുട്ടികളെല്ലാം എത്ര സ്മാർട്ടാണ്, എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ്. അന്ന് നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഐബോയിഷേൻ്റെ സഞ്ചി അടുപ്പിലിട്ട പോലെ എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നാണിച്ച് മടങ്ങിയിരിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ. വിളിക്കാഞ്ഞിട്ടാ പ്രശ്നം. എന്തൊരു എനർജറ്റിക്കാണ് നമ്മുടെ കുട്ടികൾ. ആ കാലം മാറുകയാണ്. കാലം മാറുമ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളും മാറണം. നമ്മൾ പഴയ സങ്കല്പത്തിൽ നിൽക്കല്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ പറകിൽ ഒരു വലിയ നേട്ടമുണ്ട്, അറിയണം. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ ഏതാണ്ട് 700ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നറിയോ നിങ്ങൾ? സഹപാഠികൾക്ക് വീടില്ലാത്തതിന്റെ പേരിൽ 700 വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിൽ പകുതി തറ കെട്ടിയിട്ട് വീട് കംപ്ലീറ്റ് ആക്കാത്ത ജില്ലയിലെ ലൈഫ് പദ്ധതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റിന്റെ ആളാ ഞാൻ, ചെയർമാനാ ഞാൻ. വീട് കെട്ടിയിട്ട് വീട് കംപ്ലീറ്റ് ആവാതെ ഇട്ട ആ പല വീടുകളും സഹപാഠികളുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ സഹപാഠികളുടെ 3 ആളുടെ വീട് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ